بسم الله الرحمن الرحيم. ولو بسط الله الرزق لعباده لبغوا في الأرض ولكن ينزل بقدر ما يشاء إنه بعباده خبير بصير وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1691 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 27, 28 എന്നീ ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو بسط الله الرزق لعباده لبغوا في الأرض ولكن ينزل بقدر ما يشاء إنه بعباده خبير بصير وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ 27, 28 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പശ്ചാത്താപം സ്വീകരിക്കുന്നതും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതും സയ്യിആത്തുകള് മാപ്പാക്കി കൊടുക്കുന്നതുമൊക്കെ അല്ലാഹു ആകുന്നു. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്താണ് എന്നത് തീർച്ചയായിട്ടും അവൻ അറിയുന്നുണ്ട്. സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ തേട്ടങ്ങൾ അല്ലാഹു കേൾക്കുകയും അവർക്ക് അവന്റെ ഔദാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിഷേധികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവർക്കുള്ളത് കഠിനമായ ശിക്ഷയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന്റെ ഭാഗമായി അവര് നിരന്തരം ആവർത്തിച്ച് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന അവരുടെ ആ നിഷേധപരമായ നിലപാടിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവരിൽ തെറ്റുതിരുത്തുവാനും പശ്ചാത്തപിച്ച് മടങ്ങുവാനും സന്നദ്ധരായ ആളുകൾ അതിന് പ്രേരിതരാവട്ടെ എന്ന നിലക്ക് അല്ലാഹു ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമായിട്ട് പരിചയപ്പെടുത്തപ്പെടുകയും അവന്റെ അനുഗ്രഹങ്ങൾ അത്തരം ആളുകൾക്ക് അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കും എന്ന വാഗ്ദാനം ഇവിടെ നൽകുകയും ചെയ്യുന്നത്. എന്നാൽ ശാഠ്യത്തോടു കൂടി നിഷേധത്തിൽ തന്നെ കഴിയുന്ന ആളുകൾ ഒരു സംശയവും വേണ്ടതില്ല, അവരുടെ കാര്യത്തിൽ അല്ലാഹു കഠിനമായ ശിക്ഷ നൽകുക തന്നെ ചെയ്യും എന്ന കാര്യമാണ് അവിടെ അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. മക്കയിലെ നിഷേധികളായി തന്നെ തുടരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ ആ നിഷേധത്തിന്റെ കാരണമായി വർത്തിക്കുന്നത് എന്താണ് എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 27, 28 എന്നീ ആയത്തുകളിലായിട്ട് അല്ലാഹു സൂചിപ്പിക്കുന്നത്. അവർക്ക് ദൈക്ഷണികമായുള്ള അവരുടെ അന്വേഷണത്തിന് തൃപ്തികരമായി മറുപടി ലഭിക്കാത്തത് കൊണ്ടോ
യുക്തിയുടെ തലത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന ദൈവിക വാക്യങ്ങളിലെ ദൈവികത മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് കൊണ്ടോ ഒന്നുമല്ല ഈ ആളുകൾ അവരുടെ നിഷേധപരമായ നിലപാടില് തുടരുന്നത്. മറിച്ച് അവരെ പിടികൂടിയിട്ടുള്ള ഈ നിഷേധ മനസ്ഥിതിയുടെ കാരണം എന്താണ് എന്നത് അള്ളാഹുവിടെ വ്യക്തമാക്കുകയാണ്. നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് ആ വസ്തുത അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട്. വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദി, അള്ളാഹു തന്റെ ദാസന്മാർക്കായിട്ട് വിഭവങ്ങള് ഉദാരമായിട്ട് കൈനീട്ടി നൽകുക എന്നൊരു സംഗതി ചെയ്തിരുന്നുവെങ്കിൽ, യാതൊരു നിയന്ത്രണവും അതുപോലെ പരിധിയും ഇല്ലാത്ത വിധത്തില് തന്റെ ജീവിത വിഭവങ്ങൾ അള്ളാഹു അവർക്ക് തുറന്നു കൊടുത്തിരുന്നുവെങ്കിൽ, ഇതാണ് അള്ളാഹു ചോദിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ല. അള്ളാഹു നിയന്ത്രിതമായിട്ടും പരിമിതമായിട്ടും ഒരു അളവും കണക്കും ഒക്കെ അനുസരിച്ചും മാത്രമാണ് റിസ്ഖ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൽപ്പനയുടെ കുൻ എന്ന് പറയുന്ന ഒരു നിർദ്ദേശത്തിന്റെ ഒരു മുടക്ക് മാത്രമാണ് എത്രയും വിഭവങ്ങൾ നൽകുന്നതിന് വേണ്ടി വരുന്നത്. പക്ഷെ അള്ളാഹു അങ്ങനെ കണക്കില്ലാതെ പരിധിയില്ലാതെ നിയന്ത്രണമില്ലാതെ വിഭവങ്ങൾ അങ്ങ് തുറന്നിട്ട് കൊടുക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കാരണത്തിൽ തന്നെയാണ് മക്കയിലെ നിഷേധികളുടെ ആ ദുശാഠ്യം നിലകൊള്ളുന്നത്. ആ കാരണത്താൽ തന്നെയാണ്. വലൗ ബസത്തല്ലാഹു അർരിസ്ഖ, അള്ളാഹു റിസ്ഖ് വളരെ ഉദാരമായി കയ്യാഴ്ച് അങ്ങ് നൽകിയിരുന്നുവെങ്കിൽ, ജീവിത വിഭവങ്ങള് നിർലോഭം നൽകിയിരുന്നുവെങ്കിൽ, ലിഇബാദിഹി തന്റെ അടിയാറുകൾക്ക്, തന്റെ ദാസന്മാർക്ക്, അള്ളാഹുവിന്റെ ഇബാദുകളായ മനുഷ്യർക്ക് അവൻ യാതൊരു നിയന്ത്രണവും അളവും കണക്കും ഒന്നും നോക്കാതെ എങ്ങനെ വിഭവങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ, ലബഗൗ ഫിൽ അർദ്, ഭൂമിയിൽ അവർ വല്ലാത്ത കുഴപ്പക്കാരായി മാറുമായിരുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. ലബഗൗ ഫിൽ അർദ്, ഭൂമിയിൽ അവര് അക്രമവാസന പ്രകടിപ്പിക്കുന്നവരായിട്ട് മാറുമായിരുന്നു. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഗതിയാണ്. മിഡിൽ ഈസ്റ്റില് വലിയ കോപ്പ് കൂട്ടി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു വന്ന കൂട്ടര്, അവർക്ക് എന്തെങ്കിലും വിഭവശൂന്യത ഉണ്ടായിരുന്നത് കൊണ്ടോ വിഭവങ്ങൾ നൽകപ്പെട്ടിരുന്നത് വളരെ പരിമിതമായതിന്റെ പേരിലോ ഒന്നും ആയിരുന്നില്ല. ഒരു നിലക്ക് പറഞ്ഞാൽ സുഭിക്ഷതയും വിഭവലഭ്യതയും ഒക്കെ വളരെ കൂടുതലായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നവരാണ്. അക്രമപരമായി മറ്റൊരു രാജ്യത്തിന്റെ മേൽ കടന്നു കയറി വലിയ ദ്രോഹവും കുഴപ്പവും ഒക്കെ അഴിച്ചു വിടുകയായിരുന്നു അവർ, ഒരു കാരണവും ഇല്ലാതെ. കാരണങ്ങളൊക്കെ അങ്ങ് ഉണ്ടാക്കി പറയലാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കുഴപ്പക്കാരായി മാറും, അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളെ കൈകാര്യം ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിക്കുകയാണ്. ഇതാണ് അവരുടെ മനസ്ഥിതി, നിലപാട് അതാണ്. ഈ അക്രമവാസന കാണിക്കുക എന്നുള്ളത് ഈ ആക്രമിക്കപ്പെടുന്ന ഇപ്പോ ഈ കടന്നുകയറ്റത്തിന് വിധേയമാകുന്ന രാജ്യത്തിന്റെ മാത്രം ഒരു സാധ്യതയാണ്. അവരെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അടിച്ചൊതുക്കാൻ വേണ്ടി, അവരുടെ വളർച്ച മുരടിപ്പിച്ച് തടയാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് അങ്ങനത്തെ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അവരങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ളവരല്ല എന്ന ഒരു കാര്യം ലോകം വിശ്വസിച്ചോളണം എന്നതാണ് അവരുടെ ആ മനോഘടനയിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്ന വലൗ ബസത്തല്ലാഹു റിസ്ഖ,
അള്ളാഹു ജീവിത വിഭവങ്ങൾ കൈയാഴ്ച് വളരെ ഉദാരമായി തന്റെ ഇബാദുകൾക്ക് അങ്ങ് നൽകിയിരുന്നുവെങ്കിൽ ഒരു പ്രതിബദ്ധതയും കടപ്പാടും കാണിക്കുന്ന ഒരു നിലപാടോ പെരുമാറ്റമോ എളിമയോ വിനയമോ ഒന്നും അവരിൽ ഉണ്ടാകുമായിരുന്നില്ല. അവര് വലിയ അക്രമികളായിട്ട് മാറും എന്നതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അവര് ഭൂമിയിൽ വലിയ അക്രമകാരികളായി കുഴപ്പകാരികളായിട്ട് മാറുമായിരുന്നു. വിഭവങ്ങൾ വേണ്ടതിന് മാത്രം കിട്ടുന്നു, തങ്ങൾക്ക് ഒന്നിനും ഒരു പോരായ്മയും ഇല്ല എന്ന ഒരു തോന്നല് മനുഷ്യരിലുണ്ടായാൽ അവർ വലിയ ധിക്കാരികളും അഹങ്കാരികളുമായിട്ട് മാറും. മനുഷ്യനെ എളിമയുള്ളവരാക്കി, വിനയമുള്ളവരാക്കി, മറ്റുള്ളവരെ ഗൗനിക്കുന്നവരാക്കിയൊക്കെ നിലനിർത്തുന്നത് ഒരു വലിയ ഘടകം തീർച്ചയായിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അങ്ങനെ ഒരു സ്വഭാവം മനുഷ്യനിൽ ഉണ്ടാക്കും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ എളിമയും വിനയവും ഒക്കെ ഉണ്ടാക്കി മനുഷ്യരെ മറ്റുള്ളവരെ പരിഗണിക്കുകയും ഗൗനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാക്കി മാറ്റുന്നത് തങ്ങളുടെ പോരായ്കകളും വിഭവശൂന്യതയും ദൗർബല്യവും ഒക്കെ അറിയുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ബോധമുള്ളതാണ് പലരെയും ആ നിലക്ക് വിനയവും അടക്കവും ഒതുക്കവും ഉള്ളവരൊക്കെ ആക്കി മാറ്റുന്നത്. ഇപ്പോ ഗ്ലോബൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പരിഗണിക്കുമ്പോൾ നമുക്കറിയാം, നമ്മള് വലിയ വീരന്മാരായിട്ടൊക്കെ നമ്മുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന അയൽവാസികളോട്, അയൽ രാജ്യങ്ങളോട് ഭയങ്കര തലയെടുപ്പ് കാണിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ആളുകള്, അത്തരം നേതാക്കന്മാരും അത്തരം അധികാരസ്ഥന്മാരും ഒക്കെ തന്നെ ചില ലോകശക്തികളുടെ മുന്നിൽ വരുമ്പോ അല്ലെങ്കിൽ അവരുടെ മുന്നിലെത്തുമ്പോ ഓച്ചാനിച്ച് തലചൊറിഞ്ഞ് മുമ്പിട്ട് കുനിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. നിരന്തരമായിട്ട് ഈ ഒരു സ്വഭാവം അവർ പ്രകടിപ്പിക്കുന്നു. അതിന്റെ ഒരു കാരണം കയ്യൂക്കുള്ള, കരുത്തുള്ള, ശക്തിയുള്ള ആളുകളുടെ മുന്നില് അവരുടെ പോരായ്കകള്, ദൗർബല്യങ്ങള്, ശക്തിക്കുറവ്, ഇതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ബോധം കാണിക്കുന്നു എന്നത് തന്നെയാണല്ലോ. നമ്മളെക്കാളും കരുത്തുള്ളവരുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മളങ്ങ് താന്നു നിന്ന് കൊടുക്കുന്നു എന്നത് വളരെ പ്രകടമായ ഒരു ലക്ഷണമാണ്. മനുഷ്യര്, വ്യക്തികളായാലും സമൂഹങ്ങളായാലും ഈ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹു അവന്റെ വിഭവ വിതരണ നയം ഈ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയതാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി. പലപ്പോഴും നമ്മൾ ആലോചിക്കും, ആളുകൾ ഭയങ്കര ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുമ്പോൾ അള്ളാഹുവിന് ഒന്ന് കുൻ എന്ന് പറയല്ലേ വേണ്ടതുള്ളൂ അവരുടെ ദാരിദ്ര്യം തീർക്കാൻ, അവരുടെ വിഭവശൂന്യത തീർക്കാൻ. എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ ചെയ്യുന്നില്ല എന്ന്. അള്ളാഹു മനുഷ്യരെ പരസ്പരം കടപ്പെട്ടവരാക്കി മാറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എത്ര കരുത്തും കഴിവുള്ള ആളാണെങ്കിലും അയാൾ വേറെ കുറെ ആളുകളെ പലതിനും ആശ്രയിക്കേണ്ട വിധത്തിലാണ് കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഭൂമുഖത്ത് ജീവിതം സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ കടുത്ത ധിക്കാരികളും അഹങ്കാരികളും കുഴപ്പകാരികളുമായിട്ട് ഈ ആളുകൾ മാറുമായിരുന്നു. എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല, അത് പെട്രോളിന് വേണ്ടിയായാലും ഡീസലിന് വേണ്ടിയായാലും അതുപോലെ പാചകവാതകത്തിന് വേണ്ടിയായാലും ഞാൻ ആരെയും ആശ്രയിക്കേണ്ടതില്ല, എനിക്ക് ആരുടെയും സഹായമോ അല്ലെങ്കിൽ പിന്തുണയോ ഒന്നും വേണ്ടതില്ല എന്ന് ഒരാൾക്ക് പറയാൻ കഴിയുമ്പോൾ അയാൾ അത് ധിക്കാരിയാക്കും. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഞങ്ങള് പലതിനും അവരെയൊക്കെയാണ് ആശ്രയിക്കുന്നത് എന്നൊരു ബോധം ഉണ്ടാവുമ്പോൾ കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു നിലപാടും പ്രതികരണവും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ നിരന്തരം ഈ
ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യന്റെ ഈ അഹന്തക്കും ധിക്കാരത്തിനും അതുപോലെ തന്നെ പൊങ്ങച്ചം കാണിക്കലിനൊക്കെ ഒരു നിയന്ത്രണം വരിക. എപ്പോഴും അവൻ മറ്റുള്ളവരെ ചിലതിനൊക്കെ ആശ്രയിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോ അള്ളാഹുവിന്റെ ധനവിതരണത്തിന്റെ അല്ലെങ്കിൽ വിഭവ വിതരണത്തിന്റെ കാര്യത്തിൽ അള്ളാഹു പിന്തുടർന്നു വരുന്ന ഒരു നയം അനിയന്ത്രിതമായി കയ്യും കണക്കുമില്ലാത്ത വിധത്തിൽ അങ്ങ് വിഭവങ്ങൾ അവൻ കൈയഴിച്ച് നീട്ടിയിട്ട് കൊടുക്കുക എന്നതല്ല, മറിച്ച് ചില നിയന്ത്രണങ്ങളൊക്കെ വിഭവ വിതരണത്തിൽ പാലിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ നയം. അത് ചെയ്യുന്നതിന്റെ കാരണം വലോ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി, തന്റെ ദാസന്മാർക്കായിട്ട് അവൻ വിഭവങ്ങളെ അങ്ങ് കൈയഴിച്ച് അനിയന്ത്രിതമായിട്ട് നൽകിയിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർള്, ഭൂമിയിൽ അവർ വലിയ കുഴപ്പക്കാരായി മാറുമായിരുന്നു. വലിയ അക്രമത്തിന് അവരിറങ്ങി പുറപ്പെടും. വലിയ ധിക്കാരപരമായ പെരുമാറ്റവും നിലപാടും അവരിൽ നിന്നുണ്ടാകും. വലാകിൻ യുനസ്സിലു ബിഖദരിൻ, അങ്ങനെ കയ്യഴിച്ച് നീട്ടി അനിയന്ത്രിതമായിട്ട് കൊടുക്കുക എന്നതല്ല അവന്റെ രീതി, മറിച്ച് വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് ഒരു നിയന്ത്രിതവും പരിധി നിശ്ചയിച്ചുകൊണ്ടും ഒക്കെയുള്ള വിധത്തിൽ ഇറക്കി കൊടുക്കുക എന്നതാണ് അവന്റെ രീതി. വലാകിൻ യുനസ്സിലു, അവൻ വിഭവങ്ങളെ ഇറക്കി കൊടുക്കുന്നു. എങ്ങനെ? ബിഖദരിൻ, ഒരു അളവും കണക്കും ഒക്കെ അനുസരിച്ച്. മാ യശാ, അതിന്റെ അളവും കണക്കും ഒക്കെ അവന്റെ മശീയത്തിലുള്ളതാണ്, നമുക്കറിയില്ല അത് ആർക്കൊക്കെ എത്രത്തോളം എന്നത് അവന്റെ മശീയത്തിന്റെ കാര്യമാണ്, മശീയത്തിൽ പെട്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു അളവും നിയന്ത്രണവും ഒക്കെ അവന്റെ ഈ വിഭവ വിതരണ പ്രക്രിയയിലുണ്ട്. അള്ളാഹു അങ്ങനെ ഒരു ഒരു സംഗതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. വളരെ അനിയന്ത്രിതമായിട്ട് യാതൊരു കയ്യും കണക്കുമില്ലാത്ത വിധത്തിൽ അങ്ങ് കൊടുത്തു വിടുകയല്ല, മറിച്ച് അവൻ്റെതായ ഒരു മശീയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതില് അവൻ കാണുന്ന ചില ഖദർ, ചില അളവും കണക്കും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവൻ അത് ചെയ്യുന്നത്. ഖദർ എന്ന് പറഞ്ഞാല് പരിമാണം എന്ന് പറയും, അളവ്, കണക്ക്, എത്രത്തോളം മാർക്കൊക്കെ എന്ന കാര്യം ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇന്നഹു ബി ഇബാദിഹി ഖബീറും ബസീർ, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ വിഭവങ്ങൾ നിയന്ത്രിച്ചു മാത്രം നൽകുന്നത്? വളരെ ഉദാരമായി അങ്ങ് കയ്യഴിച്ച് പരിമിതികളില്ലാത്ത വിധത്തിൽ അങ്ങ് നൽകാൻ അത് കൂട്ടാക്കാതെ നിയന്ത്രണങ്ങളോടുകൂടി മാത്രം നൽകുന്നതിന്റെ താല്പര്യം എന്താണ്? ഇന്നഹു ബി ഇബാദിഹി ഖബീറും ബസീർ, അവന് തന്റെ ദാസന്മാരെ, തന്റെ ഇബാദിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവന്റെ ഇബാദുകളുടെ സ്വഭാവം, പെരുമാറ്റം, അവരുടെ രീതി, അവരുടെ പ്രകൃതം, അവരുടെ പ്രതികരണ സാധ്യതകൾ, ഇതൊക്കെ അറിയുന്ന ഖബീറാണ് അവൻ. തന്റെ ഇബാദുകളുടെ പ്രകൃതവും നേച്ചറും ഒക്കെ എന്താണ് എന്നതിനെ കുറിച്ച് സൂക്ഷ്മജ്ഞാനമുള്ളവനാണ് അല്ലാഹു. അതുപോലെ ബസീറുമാണ്, എല്ലാം അവൻ നോക്കിക്കാണുന്നുണ്ട്. ഒന്ന്, നേരത്തെ തന്നെ അവൻ അറിയാം ഓരോരുത്തരുടെയും പ്രകൃതവും നിലപാടും ഒക്കെ എന്താണ്, എവിടെയാണെന്നൊക്കെയുള്ളത്. വിഭവങ്ങൾ നൽകിയതിനു ശേഷം അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നതും അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖബീറും ബസീറുമായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകുന്നതിൽ ചില നിയന്ത്രണങ്ങളും പരിധിയൊക്കെ അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ചില കണക്കും അളവും ഒക്കെ അനുസരിച്ച് മാത്രമാണ് അവൻ നൽകുന്നത്. അതിന്റെ കാരണം മനുഷ്യര് ഭൂമിയിൽ എല്ലാ നിയന്ത്രണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ധിക്കാരം കാണിക്കുന്നവരായി മാറും, അഹങ്കാരികളും അതുപോലെ അക്രമികളുമായി മാറും എന്നതാണ് അള്ളാഹു ഇവിടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള കാരണമായിട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം കടപ്പെട്ടവരാകാൻ, പരസ്പരം ആശ്രയിക്കുന്നവരാകാൻ
പരസ്പരം ആവശ്യമെങ്കിൽ സഹായങ്ങൾ കൊടുക്കാനും സ്വീകരിക്കാനും ഒക്കെ സന്നദ്ധതയുള്ളവരായി മാറാൻ ആളുകൾ ഒരുക്കമുണ്ടാവണം. അതിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ഒരു ബാലൻസിങ്, ഇങ്ങനെ ഒരു സന്തുലിതത്വം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാട് നിർവഹിച്ചിട്ടുള്ളത്. എത്ര സമ്പന്നനാണെങ്കിലും എത്ര കോടീശ്വരനായ ആളാണെങ്കിലും അയാളെ ആശ്രിതനാക്കി മാറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അയാൾക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് ആ അതിസമ്പന്നനായ ആളെ സാമൂഹ്യ ബോധമുള്ള ആളാക്കി മാറ്റുന്നത്, മറ്റുള്ളവരെ പരിഗണിക്കുന്ന സ്വഭാവമുള്ള ആളാക്കി മാറ്റുന്നത് ആ ഒരു തിരിച്ചറിവാണ്. ഞാനും പലതിനും പലരെയും ആശ്രയിക്കുന്നവനാണല്ലോ എന്ന ഒരു തിരിച്ചറിവ്. ഈ തിരിച്ചറിവുള്ളവരായിരിക്കണം ആളുകൾ എന്നതിനാലാണ് അള്ളാഹു ആ കയ്യും കണക്കുമില്ലാതെ നൽകുന്ന ആ സംഗതി വേണ്ട എന്ന് വെച്ചത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ആവശ്യമായ വിഭവം, ആവശ്യമുള്ളതും അതിലേറെയും ഒക്കെ കൊടുക്കുക എന്നുള്ളത് വെറും ഒരു ദൈവിക ഉത്തരവിന്റെ ആവശ്യമേ അതിനുള്ളൂ. പക്ഷെ അള്ളാഹു അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാതെ നിയന്ത്രിച്ചുകൊണ്ടും പരിധി നിശ്ചയിച്ചുകൊണ്ടൊക്കെ മാത്രമാണ് അത് ചെയ്യുന്നത്. കാരണം മറിച്ച് ചെയ്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നത് മനുഷ്യപ്രകൃതം അറിയുന്ന അള്ളാഹുവിനറിയാം. മനുഷ്യനെ വിഭവങ്ങൾ നൽകപ്പെട്ടതിന് ശേഷം അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആള് എന്നുള്ള നിലക്കും അള്ളാഹുവിനത് അറിയാം. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു. അവന്റെ ധനവിതരണ അല്ലെങ്കിൽ വിഭവ വിതരണ നിലപാട് കുറച്ചുകൂടി വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു തുടർന്നുള്ള 28-ാമത്തെ ആയത്തിൽ പറയുന്നത്. വഹുവല്ലദീ, അവനാണ്, യുനസ്സിലുൽ ഗൈസ, മഴ വർഷിപ്പിക്കുന്നത്, മിൻ ബഅദി മാ ഖനതു, അവര് വല്ലാണ്ട് നിരാശപ്പെട്ട അവസ്ഥയിലായതിനു ശേഷം. അതാണ്, മഴയില്ലാതായി കഴിഞ്ഞാൽ വരൾച്ച, ജലദൗർലഭ്യം, അതുപോലെ കൃഷിനാശം, കന്നുകാലികള് ചത്തൊടുങ്ങുന്ന അവസ്ഥ, മനുഷ്യൻ കടുത്ത പട്ടിണിയും അതുപോലെ തന്നെ വിഭവശൂന്യതയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ വല്ലാതെ മനുഷ്യനെ നിരാശയുടെ പടുകുഴിയിൽ ചാടിക്കും. ആളുകള് അങ്ങേയറ്റം നിരാശ പൂണ്ടവരായിക്കൊണ്ട്, പ്രതീക്ഷ അറ്റവരായിക്കൊണ്ട് പെരുമാറുന്നവരും സംസാരിക്കുന്നവരും ഒക്കെ ആക്കി മാറ്റും. അങ്ങനെ പ്രതീക്ഷ അറ്റ വിധത്തില് അങ്ങേയറ്റം നിരാശ ബാധിച്ചവരായിട്ട് മാറിയതിന് ശേഷം സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവാണ്. എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ് എന്നൊരു ബോധം വിഭവങ്ങളും അതുപോലെ ജീവിതാവശ്യത്തിനുള്ള സംഗതികളൊക്കെ തന്നെയും അതൊക്കെ നമ്മളുടെ ഇവിടെ ഉണ്ടാവണം, ഇവിടുത്തെ അങ്ങനെയാണ് വേണ്ടത്, അത് ഇവിടുത്തെ വ്യവസ്ഥയാണ്, അത് അങ്ങനെ തന്നെ ആവണം എന്നൊക്കെ പലരുടെ നാട്യത്തിനും നമുക്ക് നിരന്തരമായിട്ട് കാണാൻ കഴിയും. സീസൺ ആകുമ്പോ ആ ഋതുഭേദങ്ങളില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങള് അനിവാര്യമായിട്ടുണ്ടാവണം. വേനൽക്കാലത്തിന്റെ 1-2 മാസങ്ങൾ കഴിഞ്ഞാൽ മഴ വരണം, വേനൽക്കാലത്ത് തന്നെ ഇടമഴ കിട്ടണം. അതുപോലെയുള്ള പല സങ്കല്പങ്ങളുമായിട്ടാണ് മനുഷ്യൻ നടക്കുന്നത്. ഇടവപ്പാതി, അതുപോലെ ഞാറ്റുവേല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോരോ പ്രതീക്ഷകളാണ് കാലാവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യൻ കൊണ്ടു നടക്കുന്നത്. ഇതങ്ങനെ സംഭവിച്ചോളണം എന്ന ഒരു പ്രകൃതി വ്യവസ്ഥ അതിന്റെ പിന്നിൽ ആരും ഇല്ല നിയന്ത്രിക്കുന്നവനായിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ നിശ്ചയിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നൊരു ബോധം പോലും ഇല്ലാതെയായി മാറുന്ന വിധത്തില് ചാക്രികമായി അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ അതിനെ മനസ്സിലാക്കാറുള്ളത്. സ്കൂൾ തുറക്കുന്ന ജൂൺ ആദ്യവാരത്തിൽ തന്നെ നല്ല മഴ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ശീലിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. 2-3 ആഴ്ച അത് വൈകിപ്പോയി, നീണ്ടുപോയി എന്ന് വെക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത നിരാശയും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്ന, കൃഷിയെക്കുറിച്ചും മനുഷ്യജീവിത അവസ്ഥകളെ കുറിച്ചൊക്കെ വലിയ ആശങ്കകൾ ഉളവാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. വേനൽ നീണ്ടുപോയാൽ, കടുത്ത വരൾച്ച ഉണ്ടായാൽ, മഴ
അതിശക്തമായി പെയ്തുകൊണ്ട് പ്രകൃതിയിൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ മനുഷ്യനെ വല്ലാത്ത നിരാശയിൽ ചെന്ന് ചാടിക്കും. അവൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത്, കാത്തിരുന്നത്, അല്ലെങ്കിൽ അവൻ ഇവിടെ പ്രകൃതിയുടെ സംവിധാനം എന്ന നിലയ്ക്ക് നിരന്തരം ഉണ്ടാകും എന്ന് കരുതുന്ന സംഗതികൾ, അതിലെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ കാണാം അങ്ങേയറ്റത്തെ നിരാശയുടെ വെപ്രാളപ്പെടൽ നിരന്തരം പ്രകടിപ്പിക്കുന്നു. അത് വ്യക്തികൾ മാത്രമൊന്നുമല്ല, വീടകങ്ങളിൽ മാത്രമല്ല, പൊതു ഇടങ്ങളിൽ വരെ, ഭരണതലത്തിലുള്ളവർ വരെ അതിനെക്കുറിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്ന പ്രസ്താവനകൾ ഇറക്കും. പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് ആളുകൾ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മള് മനുഷ്യന്റെ ഈ നിരാശ പൂണ്ട അവസ്ഥയെ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു കൂടെ പറയുന്നത് വഹുവല്ലദി യുനസ്സിലുൽ ഖൈസ, സമൃദ്ധമായ മഴ ഇറക്കി കൊടുക്കുന്നത് അവനാണ്. മിൻ ബഅദി മാ ഖനതു, അവര് നിരാശ പൂണ്ടതിന് ശേഷം. നിരാശ പൂണ്ടത് കൊണ്ട് മഴ പെയ്യൊന്നുമില്ല, നിരാശ പൂണ്ടത് കൊണ്ട് പ്രകൃതി കനിയും എന്നൊന്നും നമുക്ക് സങ്കല്പിക്കാൻ വയ്യ. മനുഷ്യൻ നിരാശ പൂണ്ടാൽ അത് പടച്ചതമ്പുരാൻ കേട്ട് മനുഷ്യനോടൽപ്പം കാരുണ്യവും ആർദ്രതയും ഒക്കെ കാണിക്കുന്നു എന്നല്ലാതെ ഇത് നിരാശ പൂണ്ടത് കൊണ്ട് കണ്ണീര് ഭൂമിയിൽ ഇറ്റീന്ന് വരും. പക്ഷെ മഴ പെയ്യൂല. മഴ പെയ്യണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തീരുമാനിക്കണം. അപ്പൊ മനുഷ്യന് നിരാശ പൂണ്ടവരായി മാറുന്നതിനൊരു ഗുണമുണ്ട്. അവര് വിനയമുള്ളവരായി മാറും, പരസ്പരം ആശ്രയിക്കുന്നവര് ആണ് എന്നൊരു ബോധം അവരിൽ ഉണ്ടാകും. സൃഷ്ടാവായ മഴ ഇറക്കി കൊടുക്കുന്ന ആ തമ്പുരാനെ കുറിച്ചുള്ള ഒരു ബോധം, ഒരു ഓർമ്മ മനുഷ്യനിൽ ഉടലെടുക്കും. ഇതൊക്കെ അതിന്റെ ഫലമാണ്. അപ്പോ നിരാശ പൂണ്ടവരായി മാറിയതിന് ശേഷം അവർക്ക് സമൃദ്ധമായി മഴ ഇറക്കി കൊടുക്കുന്നത് അവനാണ്. മിൻ ബഅദി മാ ഖനതു, മാത്രവുമല്ല വയൻശുറു റഹ്മതഹു, അവന്റെ കാരുണ്യത്തെ അവൻ വ്യാപിപ്പിച്ചു കൊടുക്കുകയാണ്. അതും ഈ നിരാശ പൂണ്ടവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മനുഷ്യരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏജൻസീസോ മുഖേന നിർവഹിച്ചു കിട്ടുന്ന ഒരു കാര്യവുമല്ല. അതൊക്കെ ശാസ്ത്രത്തിന്റെ ശ്രമം എന്നൊക്കെ ഉള്ള നിലക്ക് ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തും. മഴ പെയ്യിക്കാന്, കാർമേഘങ്ങളെ ഒരുമിച്ച് കൂട്ടാനും അത് മഴയായി പെയ്തിറങ്ങാൻ കാരണം സൃഷ്ടിക്കുന്ന വിധത്തിൽ. ഇതൊന്നും ലാർജ് സ്കെയിലില് ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് വേണ്ടി നിർവഹിക്കുക, അതിനു വേണ്ടിയുള്ള സജ്ജീകരണം നടത്തുക എന്നൊക്കെ പറഞ്ഞാല് നമ്മള് അങ്ങനെ ഒരു വ്യാപകമായ അർത്ഥത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല അത്. നമുക്കറിയാം, ഒരു സോളാർ പാനൽ നമ്മൾ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മോഡൽ ചെയ്തിരിക്കുന്നത് വൃക്ഷങ്ങളുടെയോ ചെടികളുടെയോ ഒരു ഇലയെയാണ്. ഓരോ ചെടിയുടെയും മരത്തിന്റെയും ഇല ഒരു സോളാർ പാനലാണ് യഥാർത്ഥത്തിൽ. സൂര്യന്റെ കിരണങ്ങളെ അബ്സോർബ് ചെയ്തുകൊണ്ട് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പാനലുകളാണ് വൃക്ഷങ്ങളുടെ ഒക്കെ ഇലകൾ. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഏതെങ്കിലും വൃക്ഷത്തിന്റെ തണലിൽ കുഴിച്ചിട്ട ചെടി വളർച്ച കിട്ടാതെ ഇങ്ങനെ മുരടിച്ചു നിൽക്കും. നല്ല വെയിൽ കിട്ടുന്നിടത്ത് കുഴിച്ചിട്ടത് അത് പെട്ടെന്ന് വളർന്ന് വലുതായി ഈ കായ്ക്കനികളൊക്കെ തരുന്ന അവസ്ഥയിലേക്ക് അത് പുരോഗമിക്കും. എന്തുകൊണ്ടാണത്? ഒന്നിന്റെ പാനൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം വർക്ക് ചെയ്യണമെങ്കിൽ, സോളാർ പാനൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് സൺലൈറ്റിലേക്ക് പൂർണ്ണമായിട്ട് എക്സ്പോഷർ കിട്ടണം. എക്സ്പോഷർ ഇല്ലാത്തടത്ത് സോളാർ പാനൽ വെച്ചത് കൊണ്ട് ഗുണമില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് ഇതിനെ മോഡൽ ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ സോളാർ പാനലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഈ വിധത്തില് മനുഷ്യൻ ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവന്റെ കാരുണ്യം അള്ളാഹുവിടെ പറയുന്നത്, മനുഷ്യൻ അങ്ങേയറ്റം നിരാശ പൂണ്ടവരായി മാറിയ ഘട്ടത്തില് അവൻ മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നു, സമൃദ്ധിയുടെ മഴ. എന്നിട്ടോ വയൻശുറു റഹ്മതഹു, അവന്റെ കാരുണ്യം അവൻ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. അത് മഴ വർഷിക്കുന്നിടത്തും മഴ ലഭിക്കുന്ന ഇടങ്ങളിലൊക്കെ ലഭിക്കുന്ന ആ ജലം, അതിന്റെ ഫലം, അതിന്റെ ഗുണം മഴ കിട്ടാത്തടത്തേക്കും വർഷങ്ങളായിട്ട് മഴ ഇല്ലാത്തടത്തേക്കും ഒക്കെ ലഭിക്കും.
അവന്റെ കാരുണ്യം വ്യാപിപ്പിക്കുന്ന ഒരുപാട് രീതികളുണ്ട്. ഇപ്പോ അറേബ്യൻ മരുഭൂമിയിലാണ് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ കേരളത്തിലൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിഭവങ്ങൾ വിൽപ്പനയാകുന്നത് അവിടത്തേക്ക്. അപ്പൊ അവിടെ മഴയില്ല, അല്ലെങ്കിൽ അപൂർവമായിട്ട് മാത്രമാണ് മഴ ലഭിക്കുന്നത്. വിഭവങ്ങളൊന്നും ഇതുപോലെ ഇവിടുത്തെ പോലെ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇത് ദൈവിക കാരുണ്യം എന്ന നിലയ്ക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങള് മഴ തന്നെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഇടങ്ങളില് ലഭിക്കുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ കാരുണ്യം പ്രവർത്തനക്ഷമമാകുന്നത്. ഇതൊക്കെ നമ്മളൊക്കെ അല്ലേ, മനുഷ്യരല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ നമ്മളെ മനസ്സിലൊരു ചോദ്യം രൂപപ്പെട്ടു വന്നു എന്ന് വരും. തീർച്ചയായിട്ടും മനുഷ്യർ തന്നെയാണ്. മനുഷ്യർക്ക് അതിന്റെ നെസസിറ്റി ആരാണ് ഉണ്ടാക്കിയത്? ഇവിടെ ഇഞ്ചി കൃഷി ചെയ്യുന്ന ആള്, ഗോതമ്പ് കൃഷി ചെയ്യുന്ന ആള്, അരി കൃഷി ചെയ്യുന്ന ആള്, അത് വിൽപ്പനയാക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ സേവനങ്ങളോ മറ്റുള്ളവരുടെ ഉൽപ്പന്നങ്ങളോ വാങ്ങാൻ വേണ്ടി. അങ്ങനെ മനുഷ്യരെ പരസ്പരം കടപ്പെട്ടവരാക്കി മാറ്റിയ ഒരു വിഭവ സംവിധാനം അള്ളാഹു നിർവഹിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കാരുണ്യം എല്ലായിടത്തേക്കും എത്തുന്നതും എല്ലാവർക്കും പരസ്പരം ആശ്രയിക്കേണ്ട വിധത്തില് കാര്യങ്ങള്, അങ്ങനെ മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നതൊക്കെ. അപ്പോ എൻഷുറു റഹ്മത്തഹു, അവന്റെ കാരുണ്യത്തിനെ അവൻ വ്യാപിപ്പിക്കുന്നു. അത് മഴ തന്നെ ആവണമെന്നില്ല. മഴ സമൃദ്ധിയോടുകൂടി നമുക്ക് മഴ നൽകപ്പെടുന്നിടത്ത് അള്ളാഹു നൽകുന്നുണ്ട്. എന്നാൽ അവന്റെ കാരുണ്യം ഈ മഴയിലൂടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദൈവികമായ ഇത്തരം സംഗതികൾ, വിഭവങ്ങളൊക്കെ തന്നെ ഇത് പടച്ചമ്പുരാന്റെ കാരുണ്യമാണ്. അത് അവൻ എല്ലായിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ്, എല്ലാവർക്കും കിട്ടുന്ന വിധത്തില്, ലഭ്യമാകുന്ന വിധത്തില്. അപ്പൊ നമ്മള് ഇപ്പോ പെട്രോളിനും ഇന്ധനത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ മണലാരണ്യത്തില് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവരാണല്ലോ. ഇപ്പോ ഹോർമുസ് ഒക്കെ വലിയ വിഷയമായിട്ട് മാറുന്നത് അതിലൂടെ ചരക്ക് കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ഇപ്പോ ചില നിയന്ത്രണങ്ങൾ വന്നത് കൊണ്ടാണല്ലോ. യഥാർത്ഥത്തിൽ നമ്മള് നിരന്തരമായി നമുക്ക് അതിലൂടെ ഈ അറേബ്യൻ മണലാരണ്യത്തിലെ ഈ ഇന്ധന ശുദ്ധീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അവരെ ആശ്രയിച്ചിട്ടാണ് പല ഘട്ടങ്ങളിലും ഇതിന് പരിഹാരം കണ്ടെത്തിയിരുന്നത്. നമ്മൾ ആശ്രയിച്ചിട്ടാണ് അവിടെ ഈ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനുള്ള വഴി അടഞ്ഞു പോയാൽ വളരെ ചുരുങ്ങിയൊരു കാലം മാത്രമേ അവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് അതിജീവിക്കാൻ തന്നെ കഴിയുള്ളൂ. പിടിച്ചു നിൽക്കാൻ പോലും ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങളില്ലാതെ ആഴ്ചകൾ കൊണ്ട് അവിടെ ജനവാസം അസാധ്യമായി മാറും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഭവങ്ങൾ ആശ്രയിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്, അവരുടെ ഇന്ധനം ആശ്രയിച്ചിട്ടാണ് നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിധത്തില് പരസ്പരം പ്രതിബദ്ധതയുള്ളവരാകുന്ന വിധത്തിലാണ് അള്ളാഹു മനുഷ്യന് വിഭവങ്ങൾ നൽകുന്നത്. ഇത് വല്ലാണ്ട് അഹങ്കരിക്കുന്നവരായി മാറാതിരിക്കാനാണ്, അക്രമകാരികളായി മാറാതിരിക്കാനാണ്. നമുക്ക് ഈ കാർഷികോൽപ്പന്നങ്ങളോടൊപ്പം തന്നെ വലിയ ഇന്ധന സാധ്യതയും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നിരിക്കും നമ്മളുടെയൊക്കെ ഒരു അവസ്ഥ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലുള്ള ആളുകളെ അവർക്ക് സ്വാശ്രയത്വമുള്ള വിധത്തിൽ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് തന്നെ പറ്റിയിരുന്നുവെങ്കിൽ അവരുടെ കയ്യിലൂടെ കടന്നു വരുന്ന ഈ ഇന്ധനമൊന്നും തന്നെ നമുക്ക് അത്ര എളുപ്പത്തിൽ കിട്ടുമായിരുന്നില്ല. നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് പലതിനും പല നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത്. അപ്പൊ യൻഷുറു റഹ്മത്തഹു, അവന്റെ കാരുണ്യത്തെ അവൻ വ്യാപിപ്പിക്കുന്നു. വഹുവൽ വലിയുൽ ഹമീദ്, സ്തുത്യർഹനായ രക്ഷകനാണ് അവൻ എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഏറെ സ്തുതി അർഹിക്കുന്നുണ്ട് അവന്റെ ഈ സംവിധാനത്തിന്റെ പേരിൽ. അങ്ങനെ മനുഷ്യന്റെ വലിയായിട്ട്, മനുഷ്യന്റെ രക്ഷാധികാരിയായിട്ടാണ് അവനുള്ളത്. മനുഷ്യന്റെ രക്ഷാ സംവിധാനങ്ങളൊക്കെയും തന്നെ അവനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അവനാണ് മനുഷ്യന്റെ സംരക്ഷണം എല്ലാ അർത്ഥത്തിലും, വിഭവങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടും അതുപോലെ സുരക്ഷിതത്വം ലഭിക്കുന്ന അമ്നിന്റെ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടും ഒക്കെ മനുഷ്യന്റെ വലിയായിട്ട് അള്ളാഹു തന്നെയാണുള്ളത്. ആ ഒറ്റ കാര്യത്തിന്റെ പേരിൽ തന്നെ അവനേറെ സ്തുതി അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ മക്കയിലെ
ആളുകൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അന്നത്തെ പേർഷ്യയുടെയോ റോമിന്റെയോ ഒന്നും പ്രതാപമുള്ളവരായിരുന്നില്ല. പക്ഷെ ഖുറൈശികള് സമീപ പ്രദേശങ്ങളിലെ പല ഗോത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കച്ചവടക്കാരെന്നുള്ള നിലക്കും അതുപോലെ വണിക്കുകൾ എന്നുള്ള നിലക്കും ഒക്കെ വാണിജ്യത്തിന്റെ ഒക്കെ ആളുകൾ എന്ന നിലക്ക് വലിയ മികവും അതുപോലെ തന്നെ ഔന്നത്യവും ഉണ്ടായിരുന്നവരാണ്. അവർക്ക് പല നിലക്കും മേന്മയും ഔന്നത്യവും ഉണ്ടായിരുന്നു മറ്റു പല ഗോത്രങ്ങളെയും സമൂഹങ്ങളെയും വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അതിനും ഒരു പരിധിയും നിയന്ത്രണമൊക്കെ അള്ളാഹു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ അവര് ധിക്കാരത്തിലും നിഷേധത്തിലും തന്നെ മുരടുറപ്പിച്ച് നിൽക്കുന്നതിന്റെ ഒരു കാരണം മറ്റു പല ഗോത്രങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ അവരെക്കാളൊക്കെ സമൃദ്ധി അനുഭവിക്കാൻ കഴിഞ്ഞിരുന്ന കൂട്ടരാണ് ഖുറൈശികൾ എന്നതിനാൽ കൂടിയാണ് എന്നതാണ് ഇവിടെ പരോക്ഷമായി സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. ഖുറൈശികൾ കാണിക്കുന്ന ഈ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒക്കെ ഒരു അറുതി ഉണ്ടാവും, ഒടുതി ഉണ്ടാവും. അവര് ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ അവർക്ക് സമയത്തിന് എങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എങ്ങനെ നിലച്ചു പോയാൽ അവരൊക്കെയും വരും. അങ്ങനെയാണല്ലോ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് വരൾച്ചയുടെ സാഹചര്യത്തെ, വിഭവശൂന്യതയുടെ സാഹചര്യത്തെ ഒന്ന് ഇല്ലാണ്ടാക്കി തരാൻ വേണ്ടി മുഹമ്മദെ നീ ഒന്ന് നിന്റെ റബ്ബിനോട് ചോദിക്ക്, നിന്റെ റബ്ബിനോടൊന്ന് പറഞ്ഞു നോക്ക് എന്ന് പറയുന്നവരായിട്ട് അവര് കെഞ്ചിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുന്നത്. അപ്പോ ആശ്രിതത്വം ഉണ്ടാവുക എന്നത് മനുഷ്യനെ കണ്ണു തുറപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയത്ത് താൻ എല്ലാറ്റിനും പോന്നവനാണ്, തനിക്ക് വേണ്ടതൊക്കെയും ഉണ്ട് എന്ന ഒരു ബോധമാണ് മനുഷ്യന് പടച്ചതമ്പുരാന്റെ വിഭവ വിതരണ രീതി കാരണമായിട്ടുണ്ടായിട്ടുള്ളതെങ്കിൽ അവനെയൊന്നും പിടിച്ചാൽ കിട്ടൂല. പറഞ്ഞത് കേൾക്കുന്നവരായിട്ട്, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ട്, യാഥാർത്ഥ്യബോധം കാണിക്കുന്നവരായിട്ടൊന്നും ഉണ്ടാവില്ല. അവര് വലിയ അക്രമികളായിട്ട് മാറും. ഇതാണ് ന്യൂക്ലിയർ പവറുള്ള ആളുകൾ വലിയ അക്രമം കാണിക്കുന്നതിനൊക്കെ കാരണം. ന്യൂക്ലിയർ പവർ ഇല്ലാത്ത ആളുകളുടെ നേരെ എന്ത് അക്രമവും ചെയ്യാൻ അതിന്റെ ന്യായാന്യായങ്ങളൊന്നും പോലും പരിഗണിക്കാതെ അവർക്ക് തോന്നിയത് ചെയ്യാൻ അവര് മുതിരും എന്നത് അതിനുള്ള ഒരേ ഒരു കാരണം അവരുടെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ട് എന്നതാണ്. ഇത് ആ ഒരൊറ്റ മുഷ്കിന്റെ പേരിലാണ് അവര് ന്യൂക്ലിയർ പവർ ഇല്ലാത്ത ആളുകളുടെ നേരെ കുതിര കയറിയിട്ട് വലിയ വിനാശങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഈ ന്യൂക്ലിയർ പവർ എന്നത് ഒരു യൂസ്ലെസ് ആയ സംഗതിയാണ്. മനുഷ്യന്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ആണവ ഊർജം അല്ലാതെ ഈ ന്യൂക്ലിയർ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോംബ് നശീകരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കാലത്തും ഒരു ഘട്ടത്തിലും മനുഷ്യന് ഉപകാരമില്ലാത്തൊരു സംഗതിയാണ്. ദ്രോഹം അപരിമിതമായ വിധത്തിൽ ദ്രോഹം ഉണ്ടാകും എന്നതിനാൽ തന്നെ ഒരാൾക്കും അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ മിസൈലോ ഡ്രോണോ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ആക്രമണം പോലെ പരിമിതമായി അത് ചെന്ന് വീഴുന്നിടത്ത് മാത്രം ആഘാതം ഉണ്ടാവുക എന്നുള്ള നിലക്കല്ല ഈ ന്യൂക്ലിയർ എനർജി കൊണ്ടുള്ളത് ഉണ്ടാവുക. അത് അണുപ്രസരണം, റേഡിയേഷൻ മുഖേന അതിഭീകരമായ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണമാണ്. അതും തലമുറകളോളം മനുഷ്യരാശി അത് പേറേണ്ടവരായിട്ട് മാറും. അങ്ങനെ വിനാശമുണ്ടാക്കുന്ന ഒരു ആയുധം ആർക്കാണ് വേണ്ടി വരിക, ആർക്കാണ് ഉപയോഗിക്കാൻ കഴിയുക? ഒരിക്കലും പ്രായോഗികമായ ഒരു ഉപയോഗവും അതിനുണ്ടാവില്ല. അതേ സമയത്ത് അതൊരു പരീക്ഷണമായിട്ട് രണ്ടാം ലോക യുദ്ധത്തില് അമേരിക്ക ജപ്പാന്റെ നേരെ ഉപയോഗിച്ചു എന്നത് കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമേ അല്ല. പക്ഷെ ഈ പവർ ബാലൻസ് നിലനിർത്തണമെങ്കിൽ കണ്ണുരുട്ടല്, പേടിപ്പിക്കല്, ധിക്കാരപരമായിട്ടുള്ള കടന്നുകയറ്റം ഇതൊക്കെ ഇല്ലാണ്ടാവണമെങ്കിൽ അവന്റെ കയ്യിലുള്ള അതേ ആയുധം എന്റെ കയ്യിലും ഉണ്ടാവണം. അപ്പോഴേ ഒരു ന്യായം എന്ത്, നീതി എന്ത്, ശരി എന്ത്, തെറ്റെന്ത് എന്നൊക്കെ ആലോചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ വരുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞത് ഞാനാണ്, അത് കേൾക്കേണ്ടത് നീയാണ് എന്നൊരു മനോഗതിയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞാൽ നീ അനുസരിച്ചോളണം. അതെന്താ കാര്യം? ഞാനാണ്, നീയല്ലേ ആയിട്ടുള്ളൂ. ഇതാണ് അവരുടെ മനസ്ഥിതി. അപ്പൊ ഇത് ഉണ്ടാവുന്നത് അള്ളാഹു അവന്റെ വിഭവങ്ങൾ നൽകുന്നതില് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് മനുഷ്യന് ഭൂമിയിൽ പരിധി വിട്ടുകൊണ്ട് അക്രമകാരികളായിട്ട് മാറാതിരിക്കുന്നത് എന്നൊരു കാര്യമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്.
അതുകൊണ്ട് പരസ്പരം പ്രതിബദ്ധതയും കടപ്പാടും ആശ്രിതത്വവും ഒക്കെ ഉണ്ടാവേണ്ട വിധത്തിലാണ് അള്ളാഹു അവന്റെ വിഭവങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത്. അല്ലായിരുന്നുവെങ്കിൽ മക്കയിലെ ആളുകള് ഇപ്പൊ കാണിക്കുന്ന ഒരു മര്യാദ പോലും കാണിക്കുന്നവരല്ലാതായി മാറിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡൊന്നും അല്ല അവർക്ക് ഉണ്ടാവുക. വലിയ കടുത്ത ധിക്കാരികളായി മാറിക്കൊണ്ട് സകലരെയും നശിപ്പിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവര് പോകുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധിക്കാരം തന്നെ അള്ളാഹു അവർക്ക് കുറച്ച് ഔദാര്യം ചെയ്തതിന്റെ പേരിലാണ്. മറ്റു പല ഗോത്രങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ അവര് താരതമ്യേന സുഭിക്ഷത ഉള്ള അവസ്ഥ ഉണ്ടായിരുന്നു എന്നതാണ് അവരുടെ ഈ വഴിവിട്ട പോക്കിന് കാരണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.